ഭാരതത്തിലെ എന്ന് വേണ്ട, ലോകത്തിലെ തന്നെ എന്ത് പുതിയ കണ്ടുപിടുത്തങ്ങളോ എന്തെങ്കിലും പുതിയതായി സ്ഥാപിക്കുകയോ ചെയ്യുമ്പോൾ അതിന് മലയാളികളുടെ സംഭാവന ഒഴിച്ചുകൂടാത്തതാണ്. എന്നാൽ 2024 ജനുവരി 22 അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ അതിനു വേണ്ടി തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സംഭാവനകൾ നൽകിയ 2 വ്യക്തിത്വങ്ങളെയാണ് എടുത്തു പറയേണ്ടത്. ഒന്ന് ആലപ്പുഴ കൈനകരിയിൽ ജനിച്ചു വളർന്ന KK നായരും കോഴിക്കോട് കൊടുവള്ളിയിൽ ജനിച്ചു വളർന്ന KK മുഹമ്മദുമാണ്. ഇവരുടെ സംഭാവന തന്നെയാണ് ഇന്ന് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളിലേക്ക് ലോകത്തിലെ എല്ലാ മനസ്സുകളെയും ആകർഷിക്കുന്നതിന് ഇടയാക്കിയ സംഭവബഹുലമായ ചരിത്ര അന്വേഷണവും. വർഷങ്ങളോളം നീണ്ടുനിന്ന നിയമ പോരാട്ടങ്ങൾക്കും ശേഷം അവസാനം അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ഉയരുകയാണ്. അതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങാണ് ജനുവരി 22 നടക്കാൻ പോകുന്നത്. 1907 സെപ്റ്റംബർ 11 KK നായരുടെ ജനനം. ശങ്കരൻ നായരാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ. ആലപ്പുഴ കൈനഗിരിയിലായിരുന്നു ഇദ്ദേഹം ജനിച്ചത്. ആലപ്പുഴയിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് തിരുവനന്തപുരത്താണ്. അതിനുശേഷം ഉപരിപഠനത്തിനായി ലണ്ടനിലേക്ക് പോവുകയാണ് ചെയ്തത്. ലണ്ടനിലെ ഉപരിപഠനത്തിനു ശേഷം 21-ാമത്തെ വയസ്സിൽ അദ്ദേഹം ICS ബിരുദം നേടി. അന്ന് ICS നേടുന്ന അപൂർവം ചില വ്യക്തികളിൽ ഒരാളായിരുന്നു KK നായർ. 21-ാമത്തെ വയസ്സിൽ ICS ബിരുദം നേടുക എന്നത് അപൂർവം ചിലർക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമായിരുന്നു. ICS പഠനത്തിന് ശേഷം അദ്ദേഹം ഭാരതത്തിലേക്ക് മടങ്ങിപ്പോരുകയും ഉത്തരേന്ത്യയിലായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം. ഉത്തരേന്ത്യയിലെ ഗൊണ്ട എന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും അവിടെ വെച്ചാണ് അദ്ദേഹം ഔദ്യോഗിക ജീവിതവും തൻ്റെ കുടുംബ ജീവിതവും ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന് ടെന്നീസ് കളിയോട് ഒരു പ്രിയമുണ്ടായിരുന്നതിനാൽ ഇതിൽ നിന്ന് ഒരു സൗഹൃദം വളരുകയുണ്ടായി. ആ സൗഹൃദത്തിൽ ഇദ്ദേഹത്തിന് 2 സ്നേഹിതരെയും കിട്ടിയിരുന്നു. ഇതിലൊന്ന് ബലറാംപൂർ ഭരണാധികാരിയായിരുന്ന മഹാരാജ പതേശ്വർ പ്രസാദ് സിംഗും മറ്റൊന്ന് മഹന്ത് ദിഗ്വിജയ് നാഥുമായിരുന്നു. 1948 പതേശ്വർ പ്രസാദ് സിംഗ് രാമരാജ്യ പരിഷത്ത് സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ പ്രത്യേക ക്ഷണിതാവായിരുന്നു KK നായർ. അവിടെ നിന്ന് ഇവർ തമ്മിലുള്ള സൗഹൃദം വളരുകയും പിന്നീട് പല കാര്യങ്ങളിലും ഇവർക്ക് ഒന്നിച്ച് പ്രവർത്തിക്കുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു. 1949 ജൂൺ 1 ഫൈസാബാദ് ജില്ലാ കളക്ടറായി KK നായരെ നിയമിക്കുകയും അതിനുശേഷം സംഭവബഹുലമായ സംഭവങ്ങളാണ് പിന്നീട് ഉണ്ടായത്. 1949 ഡിസംബർ 22 ബാബർ മസ്ജിദിന് ഉള്ളിൽ രാമവിഗ്രഹം സ്ഥാപിക്കപ്പെട്ടു. ഇതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളും പിന്നീട് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ഗോവിന്ദ് വല്ലഭ് പന്തിനോട്
രാംലല്ല ക്ഷേത്രത്തിൽ നിന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾ എടുത്തു മാറ്റുവാൻ നിർദ്ദേശം നൽകുവാൻ ഉത്തരവിട്ടു. ഇതിനെ തുടർന്ന് കെ നായരോട് ഹിന്ദുക്കളെ പുറത്താക്കി ക്ഷേത്രം ഏറ്റെടുക്കുവാൻ നിർദ്ദേശം നൽകി. എന്നാൽ കെ നായർ ഈ നിർദ്ദേശം സ്വീകരിക്കുവാൻ തയ്യാറായില്ല. കാരണം അവിടെ നിന്ന് ഹിന്ദുക്കളെ പുറത്താക്കിയാൽ ഒരു രക്തച്ചൊരിച്ചിലിന് ഇടയാക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഈ നിർദ്ദേശം അനുസരിക്കാത്തതിനെ തുടർന്ന് കെ നായരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. എന്നാൽ പിന്നീട് നിയമ പോരാട്ടത്തിലൂടെ അദ്ദേഹം സർവീസിൽ തിരിച്ചു കയറുകയും കുറച്ചു നാളത്തെ സർവീസിന് ശേഷം അദ്ദേഹം ജോലി രാജിവെച്ച് അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു വക്കീലായി പ്രാക്ടീസ് ചെയ്യുകയാണ് ഉണ്ടായത്. ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നതിന് മുമ്പ് 1949 ഒക്ടോബറിൽ തന്നെ കെ നായർ അയോധ്യയിൽ ഒരു വിശാലമായ ഹിന്ദു ക്ഷേത്രം സ്ഥാപിക്കണമെന്നും രാമൻ ജനിച്ച ജന്മസ്ഥലമായതുകൊണ്ട് അവിടെ ഒരു വിശാലമായ ക്ഷേത്രം ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിച്ചിരുന്നു. എന്നാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആ നിർദ്ദേശം തള്ളിക്കളയുകയാണ് ഉണ്ടായത്. നെഹ്റുവിൻ്റെ ഭരണകാലത്ത് എന്നും ഹിന്ദു വിരുദ്ധ നിലപാടുകൾ ആണ് ഇദ്ദേഹം കൈക്കൊണ്ടിട്ടുള്ളത്. സോമനാഥ് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് ശേഷം ഉള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്നത്തെ പ്രസിഡന്റായിരുന്ന രാജേന്ദ്ര പ്രസാദുമായി ഇദ്ദേഹം പല കാര്യങ്ങളിലും വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചിരുന്നു. എന്നും ഹിന്ദു വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നതിന് നെഹ്റു മുന്നിൽ തന്നെയായിരുന്നു. 1952 ഹിന്ദു മഹാസഭ രൂപീകരിച്ചതിനെ തുടർന്ന് കെ നായരും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന ശകുന്തള നായരും ഹിന്ദു മഹാസഭയിൽ ചേരുകയും 1952 നടന്ന തിരഞ്ഞെടുപ്പിൽ ഗോണ്ട മണ്ഡലത്തിൽ നിന്ന് ലോകസഭയിലേക്ക് മത്സരിക്കുകയും അവർ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 1962 ജനസംഘം ടിക്കറ്റിൽ മത്സരിക്കുകയും UP നിയമസഭയിലെ അംഗമാകുകയും ചെയ്തു. 1967 കെ നായരും ശകുന്തള നായരും ലോകസഭയിലേക്ക് മത്സരിക്കുകയും രണ്ടുപേരും ആ തിരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ലോകസഭ അംഗമാകുകയും ചെയ്തു. ഫൈസാബാദിലെ ജനങ്ങൾ അദ്ദേഹത്തെ നായർ സാബ് എന്നാണ് ബഹുമാന സൂചകമായി വിളിച്ചിരുന്നത്. ആ പ്രദേശത്ത് അദ്ദേഹത്തിന് നല്ല ജനസ്വാധീനമുണ്ടായിരുന്നു. പല വീടുകളിലും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇന്നും ആരാധനാ സൂചകമായി തന്നെ വെച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു. 1977 സെപ്റ്റംബർ 7 മരിക്കുന്നതുവരെ അദ്ദേഹം ജനസംഘത്തിൽ പ്രവർത്തിച്ചു വന്നു. ശ്രീരാമൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ച ഒരു ജീവിതമായിരുന്നു കെ നായരുടേത്. കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിൽ 1952 ജൂലൈ 1 ഇദ്ദേഹത്തിൻ്റെ ജനനം. ഇദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു ബീരാൻകുട്ടി ഹാജി, അമ്മയുടെ പേര് മറിയം. ഇവരുടെ രണ്ടാമത്തെ മകനായാണ് കെ മുഹമ്മദ് ജനിക്കുന്നത്. കൊടുവള്ളി ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം. അതിനുശേഷം അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ നിന്നും പുരാവസ്തുശാസ്ത്രത്തിൽ ഡിപ്ലോമയും നേടിയ ഇദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സൂപ്രണ്ടിംഗ് ഡയറക്ടറായിരുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉത്തരമേഖല ഡയറക്ടറായിട്ടാണ് അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിക്കുന്നത്. ഇദ്ദേഹം എഴുതിയ ആത്മകഥയായ ഞാനെന്ന ഭാരതീയനിൽ ത്തിൻ്റെ 12ഓളം തൂണുകളുടെ കീഴ്ഭാഗത്ത് 11-12 നൂറ്റാണ്ടുകളിൽ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന പൂർണ്ണ കലശം കൊത്തിയിട്ടുള്ള ഭാഗങ്ങൾ കണ്ടെടുത്തതായും അവിടെ ഒരു പുരാതന ക്ഷേത്രം നിലനിന്നിരുന്നതായും തൻ്റെ ആത്മകഥയിൽ അദ്ദേഹം വിവരിക്കുന്നു. ഇദ്ദേഹം തുടർച്ചയായി പത്രങ്ങളിലൂടെ ലേഖനങ്ങൾ എഴുതുകയും ആ ലേഖനങ്ങളിൽ തർക്കമന്ദിരത്തിൻ്റെ കീഴ്ഭാഗത്ത് നിന്ന് കണ്ടെടുത്തിട്ടുള്ള പല ക്ഷേത്രങ്ങളുടെ അവശിഷ്ട ഭാഗങ്ങളെക്കുറിച്ച് ഇദ്ദേഹം പരാമർശിക്കുകയും ശ്രീരാമൻ ജനിച്ച സ്ഥലമാണെന്നും അത് ശ്രീരാമ ജന്മഭൂമിയാണെന്നും അദ്ദേഹം വാദിച്ചു. അക്കാലത്ത് ഭരണാധികാരികളെ സ്വാധീനിച്ചുകൊണ്ട് ചില കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ ഇതിൽ കയറിപ്പറ്റുകയും അവിടെ തർക്കമന്ദിരം നിലനിന്നിരുന്ന ഭാഗത്ത് പള്ളിയാണെന്ന് സ്ഥാപിക്കുവാനുള്ള ശ്രമവും നടന്നിരുന്നു. എവിടെയും കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന
മനോഭാവം ഇവരുടെ ജന്മസിദ്ധമായ വാസനയാണ്. ഇവിടെ തർക്കമന്ദിരം നിന്നിരുന്ന ഭാഗത്തും ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടിയും ഈ തർക്കം ഒരു കാലത്തും അവസാനിക്കാതിരിക്കുവാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായ ഈ ചരിത്രകാരന്മാർ നിരത്തിയ തെളിവുകളെയെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് കെ മുഹമ്മദ് അതിന് എതിരായ തെളിവുകൾ ഹാജരാക്കുകയും അത് തെളിയിക്കുകയും ചെയ്തു. കെ മുഹമ്മദിൻ്റെ പരിശ്രമ ഫലമായി അത് ശ്രീരാമ ജന്മഭൂമിയാണെന്നും അവിടെ ഒരു ക്ഷേത്രം നിലനിന്നിരുന്നു എന്നും അദ്ദേഹത്തിനു സ്ഥാപിക്കുന്നതിന് കഴിഞ്ഞു. കെ മുഹമ്മദും ഒരു നല്ല ശ്രീരാമ ഭക്തൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊരു ധർമ്മനിഷ്ഠമായ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ കഴിഞ്ഞതും അത് ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളിലേക്ക് എത്തിക്കുന്നതിനും കഴിഞ്ഞത്. ഓരോ ഭാരതീയനും ഇദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് നൽകേണ്ടതാണ്. ശ്രീ नरेंद्र दामोदर दास मोदी यजमानः